തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് നൂറിന്റെ നിറവിലെന്നോണം വിജയശ്രീ ലാളിതരായി തന്നെ UDF അവിടെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു ചോദ്യം മാത്രം ബാക്കിയാവുകയാണ്. ആരാകും അടുത്ത മുഖ്യമന്ത്രി? ആ സ്ഥാനം അലങ്കരിക്കാൻ യോഗ്യരായവർ ആരൊക്കെയാണ്? ഒന്നാമതായി തന്നെ ഉയർന്നു കേൾക്കുന്ന പേര് UDF ചെയർമാൻ എന്ന നിലയിൽ VD സതീശന്റേതാണ്. പിന്നീടാണ് ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവും സീനിയോറിറ്റിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രമേശ് ചെന്നിത്തല, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ഇവർ മൂന്നുപേരുടെയും പേരുകളാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത്. ആയതിനാൽ തന്നെ ഇനിയാണ് കോൺഗ്രസിനുള്ളിൽ ഒരു അംഗം നടക്കാൻ പോകുന്നത്. ഇവരിൽ മൂന്നുപേരും കാലങ്ങളായി തന്നെ മുഖ്യമന്ത്രി കസേര അലങ്കരിക്കാൻ ഇവിടെ കുപ്പായം തുന്നിവെച്ച് അവിടെ നിൽക്കുന്നവരാണ്. MLA മാരുടെ അഭിപ്രായം ആരാഞ്ഞ ശേഷം മാത്രമാണ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുക എന്നത് അതൊരു പതിവ് കോൺഗ്രസിന്റെ രീതിയായി പറയുന്നത്. ഇതിനുവേണ്ടി ഹൈക്കമാൻഡ് 2 പ്രതിനിധികളെ സംസ്ഥാനത്തേക്ക് അയക്കും. ഇവർ വിളിക്കുന്ന MLA മാരുടെ യോഗം മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള അവകാശം കോൺഗ്രസ് പ്രസിഡന്റിനെ ഏൽപ്പിച്ച് പ്രമേയം പാസാക്കുന്നതാണ് നിലവിലെ ഒരു രീതിയായി പറയുന്നത്. 3 പേർക്കും അനുകൂലവും പ്രതികൂലവുമായ ഘടകങ്ങൾ ഏറെയാണ്. എന്നാൽ ഇതുകൂടി പരിശോധിച്ച ശേഷമാകും ആരാകണം മുഖ്യമന്ത്രി എന്ന തീരുമാനം ഈ ഒരു രീതിയിലൂടെ തന്നെ തിരഞ്ഞെടുക്കുന്നത്. അതേസമയം കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ മുഖ്യ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പ്രധാന നേതാക്കളിൽ ഒരാൾ തന്നെയാണ് VD സതീശൻ. അതേപോലെ അതിൽ മറ്റു പേരുകളായി പറയുന്നത് രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവർ തന്നെയാണ്. ഇവരിൽ 3 പേരിലും ശക്തിയും ദുർബലതകളും ഒരുപാട് ഏറെയുണ്ട്. എന്നാൽ അത് പരിശോധിക്കുമ്പോൾ വ്യക്തമായ ഒരു രാഷ്ട്രീയ ചിത്രം ലഭിക്കുന്നു എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. 2011 തോൽവിക്ക് ശേഷം പ്രതിസന്ധിയിലായ കോൺഗ്രസിനെയും UDFനെയും പുനരുജ്ജീവിപ്പിച്ചത് അല്ലെങ്കിൽ അതിൽ മുൻകൈയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയ വ്യക്തിയാണ് VD സതീശൻ. തുടർന്ന് നടന്ന 5 ഉപതിരഞ്ഞെടുപ്പുകളിൽ 4-ൽ വിജയവും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 20-ൽ 18 സീറ്റുകളും നേടിക്കൊണ്ട് അതിലൂടെ തന്നെ മുന്നണിക്ക് വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം പകരാൻ VD സതീശന് സാധിച്ചിരുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലും മുന്നേറ്റം ഉറപ്പാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. കേരളയിൽ ശബരിമല, സ്വർണ്ണക്കൊള്ള, കിഫ്ബി തുടങ്ങിയ വിഷയങ്ങളിൽ ശക്തമായ പ്രതിപക്ഷ നിലപാടെടുത്തതും നിയമസഭയിൽ കാര്യമായ തയ്യാറെടുപ്പോടുകൂടി തന്നെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയതും അദ്ദേഹത്തെ ശക്തനായ ഒരു നേതാവായി തന്നെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. എന്നാൽ കർശനമായ സമീപനം ചില വിഭാഗങ്ങളിൽ എതിർപ്പിന് ഇടയാക്കുന്നതും സാമുദായിക സംഘടനകളിലോടുള്ള കടുത്ത നിലപാട് വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുന്നതും ഭരണപരമായ പരിചയക്കുറവെന്ന വിലയിരുത്തലും അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ രീതിയിൽ ഒരു തിരിച്ചടിയായി തന്നെ കണക്കാക്കപ്പെടുന്നുണ്ട്. അതേസമയം രമേശ് ചെന്നിത്തലയിലേക്ക് വരികയാണെങ്കിൽ സംസ്ഥാനത്തെ ഏറ്റവും പരിചയസമ്പന്നനായ കോൺഗ്രസ് നേതാക്കളിൽ ഒരാൾ തന്നെയാണ് അദ്ദേഹം. ചെറുപ്പത്തിൽ തന്നെ MLAയും മന്ത്രിയുമായ അദ്ദേഹമാകട്ടെ KPCC പ്രസിഡന്റായി തന്നെ പാർട്ടിയെ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും കരുത്തോടുകൂടി തന്നെ നയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയായും MP ആയും പ്രവർത്തിച്ച അനുഭവ സമ്പത്ത് പോലും അദ്ദേഹത്തിന് പങ്കുവയ്ക്കാനുണ്ട്. താഴെത്തട്ടിലെ പ്രവർത്തകരുമായി അടുത്ത ബന്ധം പുലർത്തുകയും അഴിമതി ആരോപണങ്ങൾ ഉയർത്തി സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും 2021 തിരഞ്ഞെടുപ്പിൽ മുന്നണിയെ വിജയത്തിലേക്ക് നയിക്കാൻ കഴിയാത്തതും സീറ്റ് അവിടെ കുറയുകയും ചെയ്തതും അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തിരുന്നു. മാത്രമല്ല സോളാർ, ബാർകോഴ കേസുകൾ പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയും അവിടെ ഒരു നെഗറ്റീവ് ഘടകങ്ങളായി തന്നെ ഇത് വിലയിരുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം KC വേണുഗോപാലിലേക്ക് വരികയാണെങ്കിൽ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ പ്രധാന നേതാവായതിനാൽ തന്നെ ഹൈക്കമാൻഡിന്റെ ശക്തമായ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിലും സംഘടനാ ഏകോപനത്തിലും നിർണായക പങ്ക് വഹിച്ച അദ്ദേഹമാകട്ടെ സംസ്ഥാനത്തിലും കേന്ദ്രത്തിലും മന്ത്രിയായിരുന്ന അനുഭവം പോലും സ്വന്തമാക്കിയിട്ടുള്ള വ്യക്തിയാണ്. പാർട്ടിയെയും മുന്നണിയെയും ഏകോപിപ്പിക്കുവാനും അതുപോലെ തന്നെ വലിയ രീതിയിൽ റിബലുകളെ നിയന്ത്രിക്കുവാനും അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഒരു കഴിവുണ്ട്. അത് അദ്ദേഹം ഇവിടെ തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. സാമുദായിക തത്വങ്ങളുമായി തന്നെ നല്ല ബന്ധമുണ്ട് അദ്ദേഹത്തിന്. എന്നാൽ നിലവിൽ MP ആയതിനാൽ തന്നെ മുഖ്യമന്ത്രിയാകാൻ സ്ഥാനം രാജിവെക്കേണ്ടി വരുമെന്നതും മറ്റൊരു വിഷയമാണ്. കൂടാതെ തന്നെ ലോക്സഭാ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് ആവശ്യമാകുന്നതും തിരഞ്ഞെടുപ്പിൽ മുന്നണിയെ നയിച്ച VD സതീശനെ മറികടന്നെന്ന വിമർശനവും അദ്ദേഹത്തിനെ വലിയ രീതിയിൽ ബാധിക്കാനും ഇടയുണ്ട്. ഇതിലൂടെ തന്നെ 3 നേതാക്കളും വ്യത്യസ്തമായ ശക്തികളും പരിമിതികളും കൈവശം വെക്കുന്ന സാഹചര്യത്തിൽ കൂടി ഇത് അന്തിമ തീരുമാനമായി തന്നെ രൂപപ്പെടുക തന്നെ ചെയ്യുമെന്നതിലും ഇവിടെ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. ആയതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും ആരാകും കേരളത്തെ നയിക്കാൻ പോകുന്നത്, കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ആരായിരിക്കും മുഖ്യമന്ത്രി കസേര അലങ്കരിക്കുന്നത് എന്നത് വരും ദിവസങ്ങളിൽ നമുക്ക്
ഏറ്റവും കൂടുതൽ വ്യക്തമായ ഒരു ചിത്രം അതിന് ലഭിക്കുമെന്നതിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.